ഈ പറയുന്ന അടിയന്തരാവസ്ഥ വിരുദ്ധമായിട്ടുള്ള ഈ നാടകം സത്യത്തിൽ ഡിവൈഎഫ്ഐ കാണിക്കേണ്ടത് കേരളത്തിൽ അല്ലെങ്കിൽ തൃശൂർ ജില്ലയിലല്ല. ഇത് നിങ്ങളുടെ PB കൂടുമ്പോൾ ആ PBയിൽ ഇരിക്കുന്ന അംഗങ്ങളുടെ മുൻപിൽ നിങ്ങൾ ഇത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം ഈ പറയുന്ന സ്നേഹലത റെഡ്ഡിയെ പോലെയുള്ള നൂറുകണക്കിന് ആളുകളെ ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി അടിച്ചൊതുക്കി മൃതപ്രായരാക്കിയ അടിയന്തരാവസ്ഥയ്ക്ക് ഉത്തരവിട്ട കോൺഗ്രസിന്റെ തടവറയിലാണ് ഞങ്ങൾ ഇന്ന് കഴിയുന്നത്. ഞങ്ങൾ അവരുടെ അതൊരു സംസ്ഥാന സമ്മേളനമാണ്. സംസ്ഥാന സമ്മേളനം നടക്കുന്ന തൃശ്ശൂരാണെന്നുള്ളതാണ്. പ്രാദേശിക തലത്തിലുള്ള ആ സംസ്ഥാന സമ്മേളനം ദേശീയ തലത്തിൽ തന്നെ വാർത്തയാകുന്ന ഒന്നാണ്. അവിടെ ഇങ്ങനെ നാടകം അവതരിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ. ഞാൻ പറയുന്ന കേൾക്കൂ. മാത്രമല്ല 1975-ലെ ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് മാത്രമല്ല അവർ പറയുന്നത്. ഭരണകൂട ഭീകരത അന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെങ്കിൽ ഇന്ന് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നു. അതിനെതിരെ കൂടിയാണ് ഈ നാടകം ശബ്ദമുയർത്തുന്നത് എന്ന് വ്യക്തമായി തന്നെ ആ കലാകാരിയും ഡിവൈഎഫ്ഐ നേതാക്കളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ രീതിയിൽ വായിക്കാൻ പറ്റില്ല. എന്താണ് ശ്രീ അനൂപ് എന്താണ് താങ്കൾ മനസ്സിലാക്കിയ ശ്രീ അനൂപ് താങ്കൾ മനസ്സിലാക്കിയ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്താണെന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്? താങ്കൾക്ക് മനസ്സിലാവില്ല. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്ത് എന്താണ് നിലനിൽക്കുന്നതെന്ന് ചോദിക്കുന്നതിന് അത്ഭുതമാണ്. ഈ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയാത്ത ഒരാൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ താങ്കളുടെ ഇൻസിഡന്റ് പറയൂ. ഈ രാജ്യത്തെ മാധ്യമങ്ങൾക്കെതിരെ, ഈ രാജ്യത്തെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ, ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിനെതിരെ ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? എന്തൊളിച്ചോടുന്നത്? ഈ രാജ്യത്തെ ഭരണകൂടത്തെ വിമർശിക്കുന്നവർ ഏത് തരത്തിലാണ് വേട്ടയാടപ്പെടുന്നത്? ഏത് തരത്തിലാണ് വേട്ടയാടപ്പെടുന്നത് എന്ന് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ എത്രയുണ്ട്. അത് അറിയില്ലെങ്കിൽ അതാ പറഞ്ഞ എത്രയോ ഇൻസിഡന്റ് നമ്മൾ ഇപ്പൊ ഈ CJP സമരത്തിനെതിരെ നടന്നത് ഭരണകൂട ഭീകരതയല്ലേ? CJP സമരത്തിനെതിരെ നടന്ന ഭരണകൂട ഭീകരതയല്ലേ? എന്താണ് നടന്നത്? ഇന്നിപ്പോ രാഹുൽ ഗാന്ധി എന്തിനാണ് ഡൽഹിയിൽ വലിയ പ്രതിഷേധം നടത്തിയത്? അതിലൊരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ ഡൽഹി പോലീസ് തയ്യാറായില്ല. രാഹുൽ ഗാന്ധി അല്ല എന്ന് പറഞ്ഞു. അനൂപ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തെ ഭരണകൂട ഭീകരത എന്തായിരുന്നു പറയൂ. ഈ രാജ്യത്തെ ഭരണകൂട ഭീകരത നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവില്ല. ഭരണത്തിലിരിക്കുന്ന നിങ്ങളാണ്. ഭരണകൂട ഭീകരത ഈ രാജ്യത്തെ മറ്റുള്ളവരൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരു തരത്തിലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അതിന്റെ പ്രതിനിധിയാണ്. ശ്രീ അനൂപ് ഞാൻ താങ്കളോട് മാത്രമായി പറയുന്നു. വസന്ത് പറയുന്ന രാഷ്ട്രീയത്തെ എനിക്ക് മനസ്സിലാവും. ഇനി ഇവിടെ കയറാൻ വരുന്ന ജയിക്ക് പറയാൻ പോകുന്ന രാഷ്ട്രീയത്തെയും എനിക്ക് മനസ്സിലാവും. കാരണം അവർ രണ്ടുപേരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നയാളാണ്. അവർക്ക് സ്വാഭാവികമായും അവർ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്കെതിരായി പറയുന്നതിന് രാഷ്ട്രീയമായ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നതിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അനൂപ് ഡിവൈഎഫ്ഐയുടെ ഒരു വക്താവ് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അതൊരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകന് ചേർന്ന പണിയല്ല. ഒന്ന്, അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്നത്. നേതാക്കളും പറയുന്നത് അങ്ങനെയാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്റെ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. ഞാൻ പറഞ്ഞത് ആ നാടക കലാകാരിയും ഡിവൈഎഫ്ഐ നേതാക്കളും പറയുന്ന അന്നത്തെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ മാത്രമല്ല ഇന്നത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ കുറിച്ച് കൂടിയാണ് വിമർശിക്കുന്നത് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ആ ബൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ പ്ലേ ചെയ്യാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് രാജ്യത്തെ ഭരണത്തെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അവർക്ക് രാജ്യത്തെ ഏത് ഭരണകൂടത്തെയും വിമർശിക്കാനുള്ള, ഒരു കലാകാരനെ അവന്റെ കലാരൂപത്തിലൂടെ ഏത് ഈ പറയുന്ന ഭരണത്തെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവർക്കെതിരെ ഈ സർക്കാരോ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു സംവിധാനമോ അവർക്കെതിരായി നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സംവിധാനം നിൽക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ അതിനെ അടിയന്തരാവസ്ഥയുമായി ക്ലബ് ചെയ്യുന്നത്? ഞാനാണോ ക്ലബ് ചെയ്തത്? ഇങ്ങനെയുള്ള ആരോപണത്തെ കുറിച്ചല്ലേ താങ്കളോട് പറഞ്ഞത്? അപ്പൊ താങ്കൾ എന്റെ അടുത്തല്ലേ ചോദിക്കുന്നത് എന്താണ് എന്നുള്ളത്? അപ്പൊ അവർ പറയുന്ന ഉദാഹരണങ്ങൾ ഞാൻ താങ്കളുടെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ രാജ്യത്തെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ഒരു കാരണവുമില്ലാതെ ജയിലറകളിലേക്ക് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം ഇന്നുണ്ടോ? ഈ പറയുന്ന ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളെ അസത്യ പ്രചരണം നടത്തിയിട്ട് പോലും, ഇല്ലാത്ത കഥകൾ ഊതി വീർപ്പിച്ചു പറഞ്ഞിട്ട് പോലും ഏതെങ്കിലും ഒരു മാധ്യമത്തെയോ മാധ്യമ സ്ഥാപനത്തെയോ വിലക്കുന്നതോ പൂട്ടിയിടുന്നതോ ആയിട്ടുള്ള നിലപാട് ഇവിടുത്തെ സർക്കാരുകൾക്കുണ്ടോ? ഈ പറയുന്ന രാജ്യത്തെ ജനങ്ങളെ അനധികൃതമായി വന്ധീകരിക്കുന്ന നിലപാട് ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു, ഈ കാലഘട്ടത്തിലുണ്ടോ? ഇതുപോലെ ഇത്തരത്തിൽ നിങ്ങൾ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ വാചകത്തെ എൻഡോസ് ചെയ്യുമ്പോൾ മിനിമം അനൂപിന് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് നടന്നിരുന്നത്
എന്നുള്ളതിനെ കുറിച്ചുള്ള മിനിമം ഇല്ല, താങ്കൾ അംഗീകരിക്കണമെന്നില്ല. അത് രാഷ്ട്രീയ വിമർശനമായി പറയാമല്ലോ. ആ വിമർശനം ഉയർത്തിയ കാര്യം താങ്കളുടെ ബോധ്യത്തിലേക്ക്, താങ്കളുടെ മുന്നിലേക്ക് വെക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. അപ്പൊ വസന്ത് സിരേറ്റ് കൈ ഉയർത്തുന്നുണ്ട്. വസന്തിന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ശരി ശരി, വസന്ത് പറയട്ടെ, വസന്ത് പറയട്ടെ. ശരി ശരി, അവർ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഉണ്ടായിട്ട് താങ്കൾ വിമർശിച്ചോ? ഓക്കെ, ശ്രീ വസന്ത്, ശ്രീ വസന്ത്, എന്ത് അപ്രഖ്യാപിത അടിയന്തര